ലേണിംഗ്. മിസ്സിന്റെ പേര് അനുശ്രീ എന്നാണ്. മിസ്സിന്റെ 1ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇതാ ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും അടുത്ത പാഠഭാഗങ്ങളൊക്കെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ 7ാമത്തെ യൂണിറ്റ് ആണ് ഏത്? നട്ടു നനച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പാഠഭാഗം. ഒരു അടിപൊളി പാഠഭാഗമാണ്. ഈസി ആയിട്ടുള്ള ഒരു കുഞ്ഞു പാഠഭാഗമായിരുന്നു നമ്മുടെ നട്ടു നനച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഇതാ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഈ പാഠഭാഗത്തിലെ ഒരു 2 പ്രവർത്തനങ്ങളായിട്ടാണ് ഇതാ മിസ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്തു നോക്കിയാലോ? നിങ്ങൾ റെഡി അല്ലേ? എങ്കിൽ ഇതാ 1ാമത്തെ പ്രവർത്തനം എന്താ നോക്കിക്കേ, വായിക്കാം. ആദ്യം നിങ്ങളോട് വായിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. അപ്പൊ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. നിങ്ങൾ മിസ്സിന്റെ കൂടെ വായിച്ചു നോക്കണേ. എന്താണ് പറയുന്നത്? ചെമ്പിയും ചേന്നനും നടക്കാനിറങ്ങി, വഴിയിൽ വെച്ച് തേനീച്ചയെ കണ്ടു. തൊടിയിലെ കോളാമ്പിപ്പൂവിൽ നിന്ന് അവൻ തേൻ കുടിക്കുന്നു. കൊതിയൻ ചേന്നൻ ചോദിച്ചു, ഇത്തിരി തേൻ തരുമോ? തരാം, വന്നോളൂ, തേനീച്ച പറഞ്ഞു. അപ്പൊ നമ്മളത് വായിച്ചു നോക്കിയില്ലേ? നല്ല ഒരു കുഞ്ഞൊരു ഭാഗമായിരുന്നു. നമ്മളത് വായിച്ചു നോക്കി. ഇനി നമ്മളോട് എന്താ പറയുന്നത്? പൂരിപ്പിക്കുക. അപ്പൊ ഈ ചെറിയ ഭാഗത്ത് നിന്ന് കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട് ഇവിടെ. പക്ഷെ കുറച്ച് ഭാഗം ഇവിടെ ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ട്. നമ്മളോട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? ആ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ ഈസി അല്ലേ? നമുക്കതൊന്ന് പൂരിപ്പിച്ച് നോക്കാം. ഈ വാക്കുകൾ ഇതായി തന്നിട്ടുള്ള ഭാഗത്ത് നിന്നാണ് ഈ വാക്കുകൾ ഉള്ളത്. അപ്പൊ എന്താണ്? ഈസി ആയിട്ട് ചെയ്തു നോക്കാം. അപ്പൊ 1ാമത്തെ പൂരിപ്പിക്കാനുള്ള എന്താണ്? ഇവിടെ ചായും ബിയും, ചാം ബി തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്? എന്തോ ഒരു വാക്ക് അല്ലെങ്കിൽ എന്തോ ഒരു ചിഹ്നം വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നോക്കിക്കേ. നമ്മുടെ ചെമ്പി എന്നുള്ള വാക്കാണല്ലേ? ചെമ്പി എന്നുള്ള വാക്കാണ്. അപ്പൊ അതിലുള്ള ഈ ചേ എന്ന് വരുന്ന ചേടാ ചിഹ്നമാണ് വിട്ടുപോയിട്ടുള്ളത്. അപ്പൊ നമുക്കത് അവിടെ പൂരിപ്പിക്കണം. അപ്പൊ നമ്മളിവിടെ ആ ചിഹ്നം ഇട്ട് കൊടുക്കണം. ചേ. അപ്പൊ എന്തായി? ചെമ്പിയായി. ചെമ്പിയും ചേനനും കൂടി നടക്കാൻ ഇറങ്ങിയെന്ന് നമ്മൾ വായിച്ചു. അപ്പൊ അതിലത്തെ ചെമ്പിന്നായിരുന്നു. അതിലത്തേതായി ചിഹ്നമാണ് അവര് വിട്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ആ ചിഹ്നം വെച്ച് പൂരിപ്പിച്ചു. മനസ്സിലായോ? എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന് മനസ്സിലായോ? എങ്കിൽ ഇതാ അടുത്ത വാക്ക് എന്താ നോക്കിക്കേ. താ നീ ചാന്ന് തന്നിട്ടുണ്ട്. ആദ്യം ഇവിടെ പൂരിപ്പിക്കാൻ ഒരു ഭാഗം വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും അത്? ഏതാണ് ആ വാക്ക്? നമ്മളിപ്പോ ഈ വായിച്ച ഭാഗത്ത് നിന്ന് തേനീച്ചയാണല്ലേ? തേനീച്ച. അപ്പൊ തേനീച്ചയ്ക്ക് അത് തേ എന്നാവണമെന്നുണ്ടെങ്കിൽ ആ തേയുടെ ചിഹ്നം നമ്മൾ ഇട്ട് കൊടുക്കണം. തേയുടെ ചിഹ്നം നമ്മളിവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പൊ അത് എന്തായിട്ട് മാറി? തേനീച്ചയായിട്ട് മാറി. അപ്പൊ എല്ലാവരും തേനീച്ചാന്ന് കിട്ടിയോ? എങ്കിൽ അടുത്ത വാക്ക് എന്താന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ. എന്താണ് അടുത്ത വാക്ക്? കാ എന്ന് തന്നിട്ടുണ്ട്. കാട മുമ്പിലും പൂരിപ്പിക്കാൻ ഒരു ഭാഗം ഇട്ടിട്ടുണ്ട്. കാട ശേഷം പൂരിപ്പിക്കാൻ ഒരു ഭാഗം ഇട്ടിട്ടുണ്ട്. പിന്നെ തീയൻ എന്നാണ്. അപ്പൊ കാ തീയൻ. അപ്പൊ അതിനെ ഫുൾ ആയിട്ട് ഒരു വാക്കാക്കി മാറ്റാൻ നമുക്ക് ഇനി എന്താണ് ഇട്ട് കൊടുക്കേണ്ടത്? എന്താണ്? ആ പാഠഭാഗം നോക്കുക. ആ ഭാഗത്തില് കൊതിയൻ എന്ന് വന്നിട്ടുണ്ടല്ലേ? കൊതിയൻ. അപ്പൊ അതിൽ കാ എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ കോ എന്നാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ചിഹ്നം കൊടുക്കണം? ഇങ്ങനെ 2 ചിഹ്നം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറി? കൊതിയനായിട്ട് മാറി. അപ്പൊ നമ്മൾ ചെമ്പി, തേനീച്ച, കൊതിയൻ എന്ന വാക്കുകൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത എന്താണ്? അടുത്ത വാക്ക് നോക്കിക്കോളൂ. ദിച്ചു. അപ്പൊ ചാടെ മുന്നിലും പിന്നിലും ഓരോ ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ആ വാക്ക് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം നമുക്ക് അതിന്റെ ചിഹ്നങ്ങൾ ഇട്ട് കൊടുക്കാനല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി, ചിഹ്നങ്ങൾ വെച്ചിട്ടാണ് വാക്ക് പൂർത്തിയാക്കാന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഇത് ഏതാണ് അക്ഷരം? ഏതാണ് വാക്ക്? ചോദിച്ചു എന്നാണല്ലേ? നമ്മുടെ പാഠഭാഗത്തിൽ ചോദിച്ചു എന്നുണ്ട്. അപ്പൊ അതിനെ ചോദിച്ചു എന്നാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഏത് ചിഹ്നം ഇട്ട് കൊടുക്കണം? ചോന്നാക്കണം അല്ലെ? ചാന എന്താക്കണം? ചോന്നാക്കണം. അപ്പൊ അത് ചോദിച്ചു എന്നായി. അപ്പൊ നമ്മൾ അതിന് വേണ്ട ചിഹ്നങ്ങൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി അടുത്ത എന്താണ്? ച ന എന്ന് തന്നിട്ടുണ്ട്. ഈ ച ന എന്ന് വരുന്ന വാക്ക് ഏതാണ്? ഈ തന്നിട്ടുള്ള ഭാഗത്തിൽ ഏതാണെന്ന് നോക്കിക്കേ. ഏതാണ്? നമ്മുടെ ചേന്നനാണല്ലേ? ചേന്നൻ. അപ്പൊ ഈ എന്നുള്ളതിനെ ചേന്നൻ ആക്കണമെങ്കിൽ നമ്മൾ ഏത് ചിഹ്നം ഇട്ട് കൊടുക്കണം? ഇവിടെ ഇങ്ങനെ ചേന്നൻ ആക്കാൻ ഈ ചിഹ്നം ഇട്ട് കൊടുത്തു. മനസ്സിലായോ? എല്ലാവർക്കും കിട്ടിയോ? എങ്കിൽ ഇത് അടുത്തൊരു വാക്ക് നോക്കിക്കേ. താ ഉണ്ട്, ടീ ഉണ്ട്. ടീ ഉണ്ട്. പക്ഷെ താടെ മുന്നിലും പിന്നിലും ഓരോ ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് ഏത് വാക്കാന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? ഏത് വാക്കാണോ നോക്കിക്കേ. ഏതാണ്? തായും ടീയും വരുന്ന വാക്ക് ഏതാന്ന് ഇവിടെ നോക്കി കണ്ടുപിടിക്കുക. ഏതാണ്? തൊടി വരുന്നുണ്ടല്ലേ? തൊടി നാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ചിഹ്നം ഇട്ട് കൊടുക്കണം? ഇവിടെ ഇങ്ങനെ ഒരു ചിഹ്നം, ഇവിടെ ഇങ്ങനെ ഒരു ചിഹ്നം. അപ്പൊ തൊടി ആയില്ലേ? തൊടി. ഇനി അടുത്ത വാക്ക് എന്താണ്? വാ നാ ളു. വാ ഡാഷ്
നാ ഡാഷ് ലൂ എന്നാണുള്ളത്. അപ്പൊ ആ വിട്ടുപോയ 2 ഭാഗം പൂരിപ്പിക്കണം. അപ്പൊ അതേതാണ് വാക്ക്? ദാ ഇവിടെ ഉണ്ട്, വന്നോളൂ എന്നായിരിക്കും അല്ലെ. വന്നോളൂ എന്നാണെങ്കിൽ നമ്മൾ ഏതൊക്കെ ചിഹ്നം ഇട്ട് കൊടുക്കണം? ദാ ഇവിടെ ഇങ്ങനെ 2 ചിഹ്നങ്ങൾ ഇട്ട് കൊടുത്ത് എന്തായി? വന്നോളൂ എന്നായി. മനസ്സിലായോ? അടുത്ത വാക്കും കൂടെ നോക്കിക്കേ. ത രു ഡാഷ് മാ ഡാഷ്. അപ്പൊ തായും രൂവും മായൊക്കെ വരുന്ന വാക്ക് ഏതാണ് നോക്കിക്കേ, വായിച്ചില്ല, കണ്ടുപിടിച്ചേ. ഇതാ തരുമോന്നുണ്ടല്ലേ. അപ്പൊ അതിനെ തരുമോന്നാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ചിഹ്നം ഇട്ട് കൊടുക്കണം? ദാ ഈ 2 ചിഹ്നങ്ങൾ ഇട്ട് കൊടുത്താൽ അത് എന്തായി? തരുമോ എന്നായി. കിട്ടിയോ? എനിക്കിതാ ലാസ്റ്റത്തെ വാക്കും കൂടെ കണ്ടുപിടിച്ചേ മക്കളെ. ലാസ്റ്റത്തെ വാക്ക് ഡാഷ് കാ ഡാഷ് ലാംബി എന്നാണ്. അപ്പൊ കാടെ മുന്നിലും പിന്നിലുള്ള 2 ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ അത് ഏതായിരിക്കും വാക്ക് എന്ന് നമ്മളിതാ ആ വായിച്ച ഭാഗത്തിലേക്ക് നോക്കി കണ്ടുപിടിക്കണം. എന്താണ്? കോളാമ്പി ഉണ്ടല്ലേ, കോളാമ്പി ഉണ്ട്. അപ്പൊ ഇതിനെ കോളാമ്പി എന്നാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ ചിഹ്നം ഇട്ട് കൊടുക്കണം? ദാ ഈ 2 ചിഹ്നം ഇട്ട് കൊടുത്താൽ അത് എന്തായിട്ട് മാറി? കോളാമ്പി എന്നായിട്ട് മാറി. അപ്പൊ നമ്മളിതാ ചിഹ്നങ്ങൾ ഇട്ട് കൊടുത്ത് വാക്ക് പൂർത്തിയാക്കി. ഈ തന്നിട്ടുള്ള നമ്മൾ വായിച്ച ഭാഗത്ത് നിന്നുള്ള വാക്കുകളാണ് വന്നിരുന്നത്. അപ്പൊ ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? പൂരിപ്പിച്ച് വാക്കുകൾ കണ്ടെത്തി. മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആയോ? എങ്കിൽ ഇതാ അടുത്തൊരു കുഞ്ഞു പ്രവർത്തനം കൂടെ നോക്കിക്കേ. എന്താണ് ഇവിടെ പറയുന്നത്? കടങ്കഥയുടെ ഉത്തരം എന്ത്? വരച്ച് യോജിപ്പിക്കൂ. എന്താണ് കടങ്കഥ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. നിങ്ങൾ ഒരുപാട് കടങ്കഥകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുപോലെയുള്ള 3 കടങ്കഥകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യണം? വരച്ച് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ്? ഒന്നാമത്തെ കടങ്കഥ വായിച്ചു നോക്കിക്കേ. കാളകിടക്കും കയറോടും. കാളകിടക്കും കയറോടും. എന്താണ് അതിന്റെ ഉത്തരം? എന്താണ് നിങ്ങൾക്ക് അറിയോ? അറിയെങ്കിൽ എല്ലാവരും നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കാളകിടക്കും കയറോടും. എന്താണ് ആൻസർ? നമ്മുടെ മത്തങ്ങയാണല്ലേ. നമ്മുടെ മത്തങ്ങയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മത്തങ്ങ ഇവിടെ ചിത്രത്തിൽ കാണിച്ചു തന്നിട്ടുള്ളപ്പോൾ നിങ്ങൾ നോക്കിയതാ, മത്തങ്ങ ഇങ്ങനെ മണ്ണിൽ കിടക്കും, പക്ഷെ ആ വള്ളി ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മളെ കാളകിടക്കും കയറോടും എന്ന് പറയണത്. മത്തൻ ഇങ്ങനെ കിടക്കും, പക്ഷെ അതിന്റെ വള്ളി ഇങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ തൊടിക്കൂടെ ഒക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതാണ് കാളകിടക്കും കയറോടും. എന്താണത്? മത്തനാണ്. അപ്പൊ നമ്മൾ അതിനെ മത്തന്റെ നേരെ വരച്ചു. കിട്ടിയോ? ഇനി രണ്ടാമത്തെ കടങ്കഥ എന്താണ്? മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല, വാലുണ്ട് വാനരനല്ല. എന്താണ്? മുള്ളുണ്ട്. ഈ ചിത്രത്തിൽ ഏതാ നോക്കിക്കേ. മുള്ളുള്ള ഒരാളാണ്, പക്ഷെ മുരുക്കല്ല. നല്ല കയ്പുണ്ട്, പക്ഷെ കാഞ്ഞിരമല്ല. വാലുണ്ട്, പക്ഷെ വാനരനല്ല. എന്താണ് നോക്കിക്കേ. നമ്മുടെ കൈപ്പയ്ക്കയാണല്ലേ. കൈപ്പയ്ക്കയിൽ ഇതാ ഇവിടെ ഇങ്ങനെ മുള്ളുകളൊക്കെ കാണാം, പക്ഷെ അത് മുരുക്കാണോ? അല്ല. കയ്പുണ്ട്, കയ്പയ്ക്ക് നല്ല കയ്പാന്നറിയാം, പക്ഷെ അത് കാഞ്ഞിരാണോ? അല്ല. അതാ ഇങ്ങനെ ഒരു വാലുണ്ട്, പക്ഷെ വാനരനാണോ? അല്ല. എന്താണ് ഉത്തരം? നമ്മുടെ കൈപ്പയ്ക്കയാണ്. അപ്പൊ നമ്മളിങ്ങനെ കൈപ്പയ്ക്കൊക്കെ നേരെ ഇങ്ങനെ വരച്ചില്ലേ? കിട്ടിയില്ലേ? ഇനി അടുത്ത കടങ്കഥ നോക്കിക്കേ. അടി തളിക നടുവടി മേൽക്കുട. അടിയിൽ എന്തോ തളിക പോലെ ഉണ്ട്, നടുവിലൊരു വടി പോലെ ഉണ്ട്, മുകളിലൊരു കൊട പോലെ ഉണ്ട്. എന്താണ് ഇതാ ചിത്രം തന്നിട്ടുണ്ട്. എന്താണ്? നമ്മുടെ ചേനയാണല്ലേ. ചേനയാണ്. അപ്പൊ ചേനയുടെ അടിഭാഗം ഇങ്ങനെ തളിക പോലെയല്ലേ. പിന്നെ നടുവിലൊരു വടി പോലെ ഈ സ്റ്റെം ഇങ്ങനെ കാണാം അല്ലേ. ഇതിന്റെ തടി ഇങ്ങനെ കാണാം, മുകളിൽ കൊട പോലെ അതിന്റെ ഇലകളുണ്ട്. അപ്പൊ തളിക, വടി, കൊട. എന്താണത്? നമ്മുടെ ചേനയാണ്. അപ്പൊ അതിന്റെ ഉത്തരം ചേനയാണ്. അപ്പൊ നമ്മൾ ചേനയുടെ നേരെ വരച്ചു. ഈസി അല്ലേ? അപ്പൊ കടങ്കഥകളുടെ ഈ 3 കടങ്കഥകളുടെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയില്ലേ മക്കളെ? വളരെ എളുപ്പമാണല്ലേ. നല്ല പ്രവർത്തനമായിരുന്നു. അപ്പൊ ഇതുപോലെ നമുക്ക് കുറേ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ഇതുപോലെ കുറേ പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.